ജീവിക്കുക. ഇനി ഞാനായിട്ട് തന്നെ ജീവിച്ചുകൊണ്ടിരുന്ന ചിലപ്പം 2 ആഴ്ച കഴിഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ മാറുമെന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഗെയിമാണ്. ലാലേട്ടൻ്റെ കലിപ്പ് നമ്മൾ പല സിനിമകളിലും എടുത്തിറങ്ങിയിട്ടുള്ളതാണ്, നരസിംഹമൊക്കെ ആയാലും. അപ്പം ഓഡിയൻസ് എന്ന നിലയിൽ കലിപ്പൻ ലാലേട്ടൻ ഓക്കെയാണ്. പക്ഷേ കണ്ടസ്റ്റൻസ് എന്ന നിലയിൽ മേ ബി അല്ല, കലിപ്പ് കയറി കഴിഞ്ഞാൽ നമുക്കൊരു പേടി വരുമല്ലോ, വന്നിരിക്കും. പറഞ്ഞ് ഞാൻ ബിൽഡപ്പ് കൊടുത്ത കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പുറത്ത് ഹൗസിനുള്ളിലെ കാര്യം നമുക്ക് അവിടെ വെച്ച് കണ്ടിറങ്ങി. ഇപ്പോഴേ ഞാൻ വലുതായിട്ട് പറയുന്നില്ല. എനിക്ക് തെറി വിളിക്കുന്ന ഇഷ്ടമല്ല. തന്നെ തെറി വിളിക്കുന്ന എനിക്ക് ദേഷ്യമാണ്, ഭയങ്കര കലിപ്പ് തന്നെ. ഇപ്പം അഥവാ സംഭവിച്ചാൽ നമുക്ക് തിരിച്ചു വിളിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മളത് കീപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കും. പക്ഷെ എനിക്ക് അരിശം വരും, നല്ല അരിശം വരും. ജയിക്കുമോ തോൽക്കുമോ അറിയില്ല, പക്ഷെ നമ്മളത് അറ്റൻഡ് ചെയ്യും. പുറമേ ഉള്ള ഒരു ഇമേജ് വെച്ചിട്ട് ജഡ്ജ്മെൻ്റായിട്ട് വന്നാൽ, പുറമേയുടെ ഇമേജ് എന്ന് പറഞ്ഞാൽ അത് കേട്ട് കേൾവി അല്ലെങ്കിൽ ഒരു മീഡിയയിലൂടെ കണ്ടറിവൊക്കെയാണ്. എന്നെ നേരിട്ടുള്ള അറിവ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു, എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ എന്ന് ഞാൻ പറയാം. രേണു സുധീത നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ വാങ്ങിക്കൊണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ പോവുകയാണ്. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.